നമ്മൾ ഇന്ന് ഈ ചെറിയൊരു കർമൂസനെ കൊണ്ട് പച്ചടിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പച്ചടിയാണ്. അപ്പോൾ വെറൈറ്റി ആയിട്ട് നമുക്ക് ഈ കർമൂസനെ കൊണ്ട് ഒരു പച്ചടി ഉണ്ടാക്കാം. അതിനായിട്ട് ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കർമൂസ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു കുക്കറിലിട്ടിട്ട് ഒരു വിസിലടുപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മൾ അതിലേക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ സ്വല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് അധികം വെള്ളമൊന്നും വേണ്ട, ഇതൊന്ന് വെന്ത് കിട്ടാൻ മാത്രമുള്ള വെള്ളം മതി കേട്ടോ. അപ്പം നമ്മളിത് അടച്ച് വെച്ച് ഒരു വിസിൽ വേവിക്കാൻ പോവുകയാണേ. അപ്പം നമ്മുടെ കർമൂസ അതായത് പപ്പായ തന്നെ വേകുമ്പോഴേക്ക് നമുക്ക് അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് നമുക്ക് തേങ്ങ വേണം, കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് പച്ചമുളക്, പിന്നെ കടുക്, കുറച്ച് ഇഞ്ചി. ഇത് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഇഞ്ചി അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി അരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ള തേങ്ങ, മുളക്, കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളം ഉപയോഗിച്ചിട്ടല്ല, നമ്മൾ തൈര് ഉപയോഗിച്ചിട്ടാണ് ഇത് അരയ്ക്കാൻ പോകുന്നത്. ആവശ്യത്തിന് തൈര് ഉപയോഗിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നന്നായി സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പപ്പായ വെന്തോന്ന് നോക്കാം. ഇതിൻ്റെ പ്രഷർ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ പപ്പായ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ച കൂട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ച കർമൂസ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് തള വന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. സ്വല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, ഞാൻ ഉപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്യുക, ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നമ്മളൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ കടുകിട്ട് പൊട്ടിക്കുകയാണ്. അപ്പം കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതേ നമ്മുടെ കർമൂസ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വെള്ളരി കൊണ്ട് ഉണ്ടാക്കാം. നമ്മൾ ഇത് കർമൂസ കൊണ്ട് ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. ഞാൻ ചെറിയൊരു കർമൂസയാണ് എടുത്തത്. കുറച്ച് തേങ്ങയിട്ട് എടുത്തിട്ടുള്ളൂ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അധികം എടുക്കാവുന്നതാണ്. കർമൂസ കുറച്ച് മതി. ഇത് പറഞ്ഞ പോലെ വെള്ളരി കൊണ്ട് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ. താങ്ക് യു.